ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടല് പൊട്ടിച്ച വേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. കൊന്നേ പറയാനുള്ളൂ. തെരുവ് തല്ലുന്നതുപോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. അതിന് ഞങ്ങൾക്ക് ആരുടെയും അകമ്പടി വേണ്ട. ചാലക്കുടി SIക്കെതിരെ ഭീഷണിയുമായി SFI നേതാവ്. തെരുവുപട്ടിയെ പോലെ തല്ലി SIയുടെ കൈയും കാലും ഒടിക്കുമെന്ന് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ നിതിൻ പുല്ലൻ കസ്റ്റഡിയിലെടുത്തത് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചു. നാളെ വൈകിട്ട് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ, മന്ത്രി K രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ഭാരവാഹികളും ദേവസ്വം ബോർഡുമായാണ് ചർച്ച. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇയാളെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിൽ പാർട്ടിക്ക് വലിയ നാണക്കേടായതിനെ തുടർന്ന് പ്രതിയെ ഹാജരാക്കിയതാണെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ITI തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ITIക്ക് സമീപത്ത് വെച്ച് പോലീസ് ജീപ്പിൽ ഓടിക്കയറി ചില്ല് ചവിട്ടി പൊട്ടിക്കുകയായിരുന്നു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിന്റെ SFIയുടെ വിജയാഹ്ലാദത്തിന് ശേഷം ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്തതിന് വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമായത്. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് SFI ABVP തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരുടെയും ബാനറുകളും കൊടിത്തോരണങ്ങളും പോലീസ് നീക്കം ചെയ്തിരുന്നു. ഇതും പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിന് കാരണമായിരുന്നു. സംഭവത്തിന് ശേഷം അരമണിക്കൂറോളം സമയത്തിനു ശേഷം CPM ഏരിയ സെക്രട്ടറി KS അശോകന്റെ നേതൃത്വത്തിൽ നിതിൻ പുല്ലനുമായി ഓഫീസിലേക്ക് പോയപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. പിടിവലിയിൽ നിലത്ത് വീണ രണ്ടുപേരെയും റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ ചേർന്ന് നിതിനെ രക്ഷപ്പെടുത്തി ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഒല്ലൂരിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ജീപ്പിന്റെ ചില്ല് തകർത്തതിനെ തുടർന്ന് CPM DYFI പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. സംഭവത്തിൽ പാർട്ടിക്ക് വലിയ നാണക്കേടായതിനെ തുടർന്ന് പ്രതിയെ ഹാജരാക്കിയതാണെന്നും പറയപ്പെടുന്നു. വൈദ്യപരിശോധനയ്ക്കും തെളിവെടുപ്പിനും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. നിതിൻ അറസ്റ്റിലായതോടെ കേസിൽ 5 പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി SIക്കെതിരെ ഭീഷണിയുമായി SFI നേതാവ്. തെരുവുപട്ടിയെ പോലെ തല്ലി SIയുടെ കൈയും കാലും ഒടിക്കുമെന്ന് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് വെല്ലുവിളിച്ചു. ചാലക്കുടിയിൽ പോലീസിനെതിരെ നടന്ന പ്രകടനത്തിൽ വെച്ചാണ് പരാമർശം. SFIയുടെ കൊടിതോരണം കാണുമ്പോ, SFIയുടെ ഫ്ലക്സ് കാണുമ്പോ, SFIയുടെ പതാക കാണുമ്പോ ഒരു ജാതിരി കുരിശ് കാണുന്ന പ്രേതത്തെ പോലെ കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടല് പൊട്ടിച്ച വേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. കൊന്നേ പറയാനുള്ളൂ. തെരുവ് തല്ലുന്നതുപോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. അതിന് ഞങ്ങൾക്ക് ആരുടെയും അകമ്പടി വേണ്ട. ചാലക്കുടി SIക്കെതിരെ ഭീഷണിയുമായി SFI. ചാലക്കുടി SI അഫ്സലിനെ തെരുവു പട്ടിയെപ്പോലെ തല്ലുമെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് പറഞ്ഞു. SIയുടെ കൈകാലുകൾ തല്ലിയൊടിച്ച് വിയ്യൂരിലോ കണ്ണൂരിലോ പൂജപ്പുരയിലോ കിടക്കേണ്ടി വന്നാൽ പുല്ലാണെന്നും ഹസൻ പറഞ്ഞു. SIക്കെതിരെ പരസ്യമായാണ് ഹസന്റെ അസഭ്യവർഷം. SFI പ്രവർത്തകർ പോലീസിനെതിരെ ചാലക്കുടിയിൽ പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു അധ്യക്ഷനായി. MM മേഘന, ജിഷ്ണു സത്യൻ എന്നിവർ സംസാരിച്ചു. അനസ് ജോസഫ്, ജിഷ്ണുദേവ്, വിഷ്ണു പ്രഭാകരൻ, BS ജോത്സ്ന എന്നിവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റി നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
SHO കെ സന്ദീപിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടിയിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ നാണക്കേടിലായി ചാലക്കുടിയിലെ CPM. പോലീസിനെ ആക്രമിക്കുകയും ജീപ്പ് തല്ലി തകർക്കുകയും ചെയ്തപ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ ഏരിയ സെക്രട്ടറി തന്നെ മുന്നിൽ നിന്നതാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്. ചാലക്കുടിയിൽ ഗുണ്ടാരാജാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും രംഗത്തെത്തി. DYFI, SFI പ്രവർത്തകരും പിന്നീട് CPM പ്രവർത്തകരും പോലീസിനെ സംഘടിതമായി ആക്രമിക്കുന്ന സംഭവമാണ് ചാലക്കുടിയിൽ ഉണ്ടായത്. എണ്ണത്തിൽ കുറവായിരുന്ന പോലീസിൽ നിന്ന് പ്രതിയെ മോചിപ്പിച്ച് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയപ്പോൾ നിസ്സഹായരായി നിൽക്കാനേ പോലീസിന് കഴിഞ്ഞുള്ളൂ. പ്രവർത്തകർ കൂട്ടത്തോടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ആക്രമം കാണിച്ചപ്പോൾ തടയാൻ ആരുമുണ്ടായില്ല. ഇതിലെ പ്രതിയെ പോലീസ് പിടിച്ചപ്പോഴാകട്ടെ പോലീസിനെ ആക്രമിക്കുകയും ലാത്തിയടിയെ കൂസാതെ പ്രതിയെ മോചിപ്പിക്കുകയും ചെയ്തു. രാത്രി സംഘടിച്ചെത്തിയ CPMകാർ DYSPയെ കയ്യേറ്റം ചെയ്യുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് പോലീസ് വീണ്ടും ലാത്തി വീശിയത്. ഈ ഘട്ടത്തിൽ പോലും ശക്തമായ പോലീസ് സാന്നിധ്യം സ്ഥലത്തുണ്ടായില്ല. കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തുമെന്ന നിലയായപ്പോഴേക്കും ചില നേതാക്കൾ പിന്തിരിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പോലീസിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമായിരുന്നു. അതിനിടെ ചാലക്കുടിയിൽ ഗുണ്ടാരാജാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും രംഗത്തെത്തി. പോലീസിനെ ആക്രമിക്കുകയും പോലീസ് ജീപ്പ് തകർക്കുകയും ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. KPCC മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ലിൻസൺ നടവൻപൻ അധ്യക്ഷനായി. ജെയ്ഫൺ മാനാടൻ, VO പൈലപ്പൻ, MT ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. സൗത്ത് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഫയർ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്നാണ് ധർണ നടത്തിയത്. മീഡിയ ടൈം, ചാലക്കുടി. മാധ്യമപ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് തെളിവിന്റെ അടിസ്ഥാനത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിൽ വിശ്വാസക്കുറവില്ല. മാധ്യമപ്രവർത്തകർക്കിടയിലും ഗൂഢാലോചന നടത്തുന്നവരുണ്ട്. ഗൂഢാലോചനയില്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കട്ടെ എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പോലീസിന് നടപടി എടുക്കുന്നില്ലേ? പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ തെളിവില്ലാലോ. പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടി സ്വീകരിച്ചോളൂ. അതിനൊക്കെ പ്രശ്നം. സാധാരണ മാധ്യമപ്രവർത്തനം ഗൂഢാലോചനയല്ല. സാധാരണ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല, എന്താണെന്ന് പ്ലീസ് പറയല്ലോ. ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ. അതിനെന്താ പ്രശ്നം? നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും. അത്രയേ ഉള്ളൂ അതിനാണ്. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചു. നാളെ വൈകിട്ട് 5 മണിക്ക് തൃശൂർ രാമനിലയത്തിലാണ് ചർച്ച. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ, മന്ത്രി K രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും കൊച്ചിൻ ദേവസ്വം ബോർഡുമായാണ് ചർച്ച. പൂരം എക്സിബിഷൻ തറവാടക കൂട്ടിയതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ശ്രമം തുടങ്ങിയതോടെയാണ് സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറായത്. നവകേരള സദസ്സിന് തൊട്ടു പിന്നാലെ ജില്ലയിലെത്തുന്ന മന്ത്രി K രാധാകൃഷ്ണനും മന്ത്രി K രാജനും വിഷയത്തിൽ ദേവസ്വങ്ങളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചർച്ച നടത്തും. 2 കോടിയിലധികം തറവാടക നൽകണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. വിഷയത്തിൽ ചർച്ചയിലൂടെ സമവായത്തിലെത്താനാണ് സർക്കാർ ശ്രമം. ഇരുകൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. തുക ചർച്ചയിലൂടെ 1 കോടിയിലെത്തിച്ച് പിന്നീടുള്ള എല്ലാ വർഷവും 10% വാടക വർധനയുമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദേശമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഹർജി പരിഗണിച്ചപ്പോൾ കോടതിക്ക് പുറത്ത് പ്രശ്നപരിഹാരം കാണാമെന്ന നിലപാടായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്. വിഷയത്തിൽ പരിഹാരം കണ്ടെത്തി നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ തീരുമാനമറിയിക്കാനാണ് സർക്കാർ നീക്കം. മീഡിയ ടൈം, തൃശൂർ. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആലാഗോപുരത്തിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ടാങ്കർ ലോറിയിലോ അതല്ലെങ്കിൽ പൈപ്പ് ലൈൻ മുഖേനയോ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. PACD KA ധർമ്മരാജൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. 1981 നടപ്പാക്കിയ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലയിലെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം നടപ്പാക്കിയത്. ഇതിൽ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള ശ്രീനാരായണപുരം, എറിയാട് പഞ്ചായത്തുകളിലും ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വെള്ളം ലഭിക്കുന്നത്. എന്നാൽ ആലാഗോപുരത്തിൽ വർഷങ്ങളായി വെള്ളം ലഭിക്കുന്നില്ല. ഇതു സംബന്ധിച്ച് ധാരാളം നിവേദനങ്ങൾ
ഗോതിരത്ത് നിവാസികൾ കേരള വാട്ടർ അതോറിറ്റിക്കും ശ്രീനാരായണപുരം പഞ്ചായത്തിനും നൽകിയിരുന്നു. ഇതിന് ഒന്നും ഫലമില്ലാതെ വന്നതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി മുഖേന നടപ്പാക്കിയ കുടിവെള്ള പദ്ധതിയിലെ പഴയ കോൺക്രീറ്റ് പൈപ്പുകൾ കാലഹരണപ്പെട്ടതാണ് വെള്ളം കിട്ടാത്തതിന് പ്രധാന കാരണം. ഈ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഇതിനിടയിൽ നടത്തിയ ഇടക്കാല ഉത്തരവിലാണ് ആലഗോതിരത്തിൽ വെള്ളമെത്തിക്കാൻ ശ്രീനാരായണപുരം പഞ്ചായത്ത്, തൃശൂർ ജില്ലാ പഞ്ചായത്ത്, കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. മാളയിൽ 2 ഇടങ്ങളിൽ വാഹന അപകടം. ഒരാൾക്ക് പരിക്ക്. റോഡിൽ വീണു കിടന്നിരുന്ന ഡീസലിൽ തെറ്റിയാണ് അപകടങ്ങൾ ഉണ്ടായത്. മാള എസ് വളവിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കാറിടിച്ചു. ബൈക്ക് പൂർണ്ണമായും നശിച്ചു. മാളക്കുളത്തിന് സമീപം ബൈക്ക് മറിഞ്ഞ യുവാവിന് പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള എസ് വളവ്, മാളക്കുളത്തിന് സമീപം മാള ടൗൺ എന്നിവിടങ്ങളിലാണ് ഡീസൽ ചോർന്നത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഡീസൽ കഴുകി റോഡ് വൃത്തിയാക്കി. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃപ്രയാർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് ദേശീയപാത 66 ചന്ദ്രാപിന്നി സെന്ററിൽ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തെറിപ്പിച്ച ശേഷം തൊട്ടടുത്ത കെട്ടിടത്തിൽ ഇടിച്ചു നിന്നത്. വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞ് വീണതിനെ തുടർന്ന് ചന്ദ്രാപിന്നി CB സെന്റർ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. അങ്കമാലിയിൽ തീപിടുത്തത്തിൽ കുടുങ്ങിയയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിയാമ്പറമ്പ് സ്വദേശി KA ബാബുവാണ് മരിച്ചത്. ഇന്നലെ നടന്ന തീപിടുത്തത്തിൽ ബാബു കെട്ടിടത്തിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. കറുകുറ്റിയിൽ ന്യൂ ഇയർ കുറീസ് എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയ തീപിടുത്തം പുലർച്ചെ 5 മണിയോടെയാണ് അണച്ചത്. ന്യൂ ഇയർ കുറീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ബാബു. കുടുംബശ്രീ ഓക്സോമീറ്റ് ജില്ലാതല ഉദ്ഘാടനം പൊയ്യ AKM-HSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. MLA VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത, കുടുംബശ്രീ ചെയർപേഴ്സൺ സ്മിത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സിജുകുമാർ, ജില്ലാ പ്രോഗ്രാം മാനേജർ റെജി തോമസ്, ബ്ലോക്ക് കോഓർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. മാളയിൽ DYFI യുവമോർച്ച ബാനർ യുദ്ധം. മാള അങ്ങാടിയിലാണ് ഏതാനും ദിവസമായി ഇരുവിഭാഗങ്ങളും ബാനറുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ ഗോ ബാക്ക് എന്ന ബാനറിലും റോഡിലുമായി എഴുതിയ DYFI ആണ് പരസ്യ പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. പിന്നാലെ യുവമോർച്ച ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അടുത്ത ബാനർ സ്ഥാപിച്ചു. അങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നിറയുമ്പോൾ ഇതൊക്കെ എന്തിനെന്നൊരു ചോദ്യത്തിലാണ് മാളയിലെ പൊതുജനം. ജലജീവൻ മിഷന്റെ ഭാഗമായി പൊയ്യ പഞ്ചായത്തിലിട്ട പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി. പൈപ്പിനായി ഇട്ട തോട് കൃത്യമായി മൂടാത്തതുമൂലം ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നുവെന്നും വെൽഫെയർ പാർട്ടി മാള പള്ളിപ്പുറം യൂണിറ്റ് ആരോപിച്ചു. ഈ പൈപ്പ് ഇട്ടതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ പഞ്ചായത്ത് മെമ്പർ അടങ്ങുന്ന ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച പരാതി കൊടുത്തിരുന്നു. ഇത്രയും ആളുകൾക്ക് ആവശ്യമായ വെള്ളത്തിന് ആവശ്യമായ പൈപ്പ് തന്നെ ആകെ കൂടി 75ൻ്റെ പൈപ്പാണ് ഇതിലിട്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെയിൻ പൈപ്പിൽ നിന്ന്, ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ ഒരളവ് മാത്രമേ ഈ പൈപ്പിനുള്ളൂ. അന്ന് തന്നെ ആ ഗ്രൂപ്പിൽ പലരും ഈ പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ യാതൊരുവിധ അത് സംബന്ധിച്ച നടപടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഈ പൈപ്പ് 20 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ പൊട്ടി വെള്ളം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡാണ്. ഇവിടെ എങ്ങാനും സൈഡിലെങ്ങാനും ഇപ്പോൾ വണ്ടി എങ്ങാനും ഇട്ടാലും ഇവിടെ അപകടം സംഭവിക്കും. കൂടാതെ തന്നെ ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ തോട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അത് മൂടിയിട്ടില്ല എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്രശ്നം. പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നും പാഴായി പോകുന്ന വെള്ളത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും റോഡിൽ കുഴിച്ച കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും വെൽഫെയർ പാർട്ടി മാള പള്ളിപ്പുറം യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിജു ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. മേലടൂർ ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ജോസ് പാലാട്ടി ക്രിസ്തുമസ് സന്ദേശം നൽകി.
അധ്യാപകനായ KX ജിൻസൺ, സീനിയർ അധ്യാപിക PC സുധ, 16ാം വാർഡ് മെമ്പർ ഷിജു, സിൽവാനിയ ജെയിംസ് എന്നിവർ സംസാരിച്ചു. മാള സോഷ്യൽ ഫോറം സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചസിന്റെ ആഭിമുഖ്യത്തിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന് സ്വീകരണവും ജിജോ ജോർജിനും കുടുംബത്തിനും കലാകുടുംബ പുരസ്കാര സമർപ്പണവും നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നമ്മുടെ ബിന്ദു ചേച്ചിക്ക് സ്വീകരണം കൊടുക്കുന്ന ഈ ഒരു ചടങ്ങും അതുപോലെ തന്നെ ജിജോ ജോർജിന് കുടുംബത്തിന് കൊടുക്കുന്ന ഈ പുരസ്കാരത്തിന്റെ ഈ ഒരു ചടങ്ങും ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിച്ചതിലുള്ള സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം ബിന്ദു ചേച്ചി ഞാനും 3 ടൈമായി. ഈ 3 ടൈമായപ്പോഴും ബിന്ദു ചേച്ചിയായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. കൂടുതൽ പരിചയം ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്ന സമയത്തായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ബിന്ദു ചേച്ചിനെ നമ്മളുടെ അടുത്തേക്ക് വരിക. കാരണം ആ വിളിയിലും സംസാരത്തിലൊക്കെ തന്നെ ഒരു അനുജത്തിയോടുള്ള പോലെ ഒരു മകളോടുള്ള പോലെ സ്നേഹത്തോടു കൂടിയൊക്കെ തന്നെ ബിന്ദു ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ചിലരുണ്ട് എന്താ പറയാ പക്ഷെ എല്ലാവരും അടുത്തുള്ള ആ ഒരു അപ്രോച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബിന്ദു ചേച്ചി അത് കൈകാര്യം ചെയ്യാനായിട്ട് നല്ല മിടുക്കിയാണ് ബിന്ദു ചേച്ചി. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ബിന്ദു ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്യാനും ബിന്ദു ചേച്ചി അതിനുള്ളൊരു തയ്യാറെടുപ്പ് എടുക്കാറുണ്ട്. സോഷ്യൽ ഫോറം പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എന്നിവർ ചേർന്ന് ജിജോ ജോർജിനും കുടുംബത്തിനും സോഷ്യൽ ഫോറം ഏർപ്പെടുത്തിയ കലാകുടുംബ പുരസ്കാരം നൽകി. PU വിൽസൺ, ഇൽസുങ് മാള, ഡേവിസ് പാറക്കാട്, EP രാജീവ്, ഫ്രാൻസിസ് കളത്തിൽ, സിന്ധു പ്രേംലാൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനപാത പുനർനിർമ്മാണം ഉടനടി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാങ്കല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജൽജീവൻ പദ്ധതി പ്രകാരമുള്ള പൈപ്പിടൽ സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥ മൂലം പാതയുടെ പുനർനിർമ്മാണം വൈകുകയാണ്. ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നിർജീവ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. പാത നിർമ്മാണം വൈകുന്നത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളായ കോണത്തുകുന്ന്, കരുപ്പടന, വെള്ളാങ്കല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പ്രകടനം യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസമിൽ അധ്യക്ഷത വഹിച്ചു. നിയുക്ത മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, കോൺഗ്രസ് നേതാക്കളായ ധർമ്മജൻ വില്ലാടത്ത്, പ്രശോഭ് അശോകൻ, സന്തോഷ് ആത്തപ്പള്ളി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഔസേപ്പച്ചൻ, അസീസ് റിയാസ്, ഹസീഫ്, ഫസീഹ്, അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ലീഡർ K കരുണാകരന്റെ ഓർമ്മദിനത്തിൽ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള ലീഡർ സ്ക്വയറിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പ്രസിഡന്റ് NS വിജയൻ നേതൃത്വം നൽകി. DCC ജനറൽ സെക്രട്ടറിമാരായ VA അബ്ദുൾ കരീം, AA അഷ്റഫ്, കോൺഗ്രസ് നേതാക്കളായ PD ജോസ്, രവി നമ്പൂതിരി, MA ജോജോ, മുഹമ്മദ് ഫൈസി, ഹക്കീം ഇക്ബാൽ, സൈമൺ പെരേപ്പാടൻ, നിർമ്മൽ C പാത്താൻ, ജോഷി കാഞ്ഞുത്തറ, സന്തോഷ് ആത്തപ്പള്ളി, ജോജി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ പ്രിയങ്കനായ ലീഡർ ശ്രീ K കരുണാകരൻ്റെ ഓർമ്മ ദിനമാണ്. 2010 ഡിസംബർ 23-ാം തീയതിയാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. അതിൻ്റെ ഓർമ്മ പുതുക്കൽ ഓരോ വർഷവും നമ്മളിവിടെ ലീഡർ സ്ക്വയറിൽ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലീഡറെ സംബന്ധിച്ചോളം, മാളക്കാരെ സംബന്ധിച്ചോളം പ്രത്യേകം അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണ് ഇവിടെ. അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര വ്യവസായ മന്ത്രിയും ഒക്കെ ആയി പ്രവർത്തിച്ച അദ്ദേഹം
ഇന്ത്യയുടെ നേതാവായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തർക്കവും ആർക്കുമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. GLPS പാലിയന്തുരുത്തിൽ ക്രിസ്തുമസ് ആഘോഷവും സംയുക്ത ഡയറി പതിപ്പുകളുടെ പ്രകാശനവും നടന്നു. വാർഡ് കൗൺസിലർ വത്സല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രേഷ്മ അധ്യക്ഷത വഹിച്ചു. സംയുക്ത ഡയറിയുടെ പ്രകാശനം വത്സല ടീച്ചറും 1ാം ക്ലാസ്സുകാരുടെ കഥാപതിപ്പുകളുടെ പ്രകാശനം വിദ്യാർത്ഥിദായിനി സഭാ സെക്രട്ടറി രാധാകൃഷ്ണനും നിർവഹിച്ചു. പ്രധാന അധ്യാപിക സാബിറ, അധ്യാപിക KJ ഷീജ, രക്ഷിതാക്കളായ സിനി ബിബിൻ, ജ്യോതിഷ, പൗർണമി, വിനോദ്, സൂര്യ, സ്റ്റെഫി എന്നിവർ സംസാരിച്ചു. മേത്തല ഫീനിക്സ് പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷം ഫ്ലെയിം ഫെസ്റ്റ് നടന്നു. സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ ജോൺസൺ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജയശ്രീ PR, മുനിസിപ്പൽ കൗൺസിലർ ഷീല പണിക്കശ്ശേരി, അഡ്വൈസർ സജീവൻ കൊട്ടിക്കൽ, സ്കൂൾ സെക്രട്ടറി പ്രദീപ് TS എന്നിവർ സംസാരിച്ചു. അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിൽ നാഷണൽ ലെവലിൽ 3rd റാങ്ക് കരസ്ഥമാക്കിയ നിജിഷ PS-നെ ചടങ്ങിൽ ആദരിച്ചു. സുമനസുകളുടെ കരുതലിൽ മഞ്ഞളി സാബുവിന് സുരക്ഷിതമായി അന്തിയുറങ്ങാം. എടവലിങ്ങ് ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിലെ താമസക്കാരനായ മഞ്ഞളി സാബുവിനാണ് വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ റോട്ടറി ക്ലബ്, മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഹംസ കൊണ്ടാമ്പുള്ളി, മെർലിൻ പനക്കൽ എന്നിവരുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. ദുരിത സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന സാബുവിന്റെ അവശത കണ്ടറിഞ്ഞ് വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസിന്റെ ഇടപെടലാണ് ഇദ്ദേഹത്തിന് സുരക്ഷിത ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. സെൻട്രൽ റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് ഫാദർ ബാബു മുട്ടിക്കൽ താക്കോൽ ദാനം നിർവഹിച്ചു. ജോസ്മി ടൈറ്റസ് അധ്യക്ഷയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടല് പൊട്ടിച്ച വേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. കൊന്നേ പറയാനുള്ളൂ. തെരുവ് തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. അതിന് ഞങ്ങൾക്കാരുടെയും അകമ്പടി വേണ്ട. ചാലക്കുടി SIക്കെതിരെ ഭീഷണിയുമായി SFI നേതാവ്. തെരുവുപട്ടിയെ പോലെ തല്ലി SIയുടെ കൈയും കാലും ഒടിക്കുമെന്ന് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ നിതിൻ പുല്ലൻ കസ്റ്റഡിയിലെടുത്തത് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചു. നാളെ വൈകിട്ട് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ, മന്ത്രി K രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ഭാരവാഹികളും ദേവസ്വം ബോർഡുമായാണ് ചർച്ച. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.